കോതമംഗലം എം.എ. എഞ്ചിനീയറിംഗ് കോളേജിൽ ബി.ടെക് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്ന സമരം താൽക്കാലികമായി പിൻവലിച്ചു. വിദ്യാർത്ഥികൾ മുന്നോട്ടുവച്ച 5 ആവശ്യങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തി നൽകാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചതിനെ തുടർന്നായിരുന്നു സമരം പിൻവലിച്ചത്. മരിച്ച വിദ്യാർത്ഥിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും. ക്രെഡിറ്റ് സ്കോർ കുറവായതുമൂലം ഇയർബാക്ക് പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന ഭയത്താൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാനേജ്മെന്റിനോട് വിവിധ ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചിരുന്നു. തിങ്കളാഴ്ച മുതൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനായിരുന്നു തീരുമാനം. രാവിലെ മുതൽ വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി എത്തിയിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാനേജ്മെന്റ് യോഗം വിളിച്ചു ചേർത്തു. ഇതിനിടെയാണ് വിദ്യാർത്ഥികൾ 5 പ്രധാന ആവശ്യങ്ങളുമായി പ്രിൻസിപ്പലിനെ സമീപിച്ചത്. ഇയർബാക്ക് നീക്കം പിൻവലിക്കുക, ഇയർ ഔട്ട് ആയ വിദ്യാർത്ഥികളെ തിരികെ എടുക്കുക, സേ പരീക്ഷാ ഫീസ് നിരക്ക് കുറയ്ക്കുക, വിദ്യാർത്ഥി പ്രതിനിധികളും പ്രിൻസിപ്പളും ഉൾപ്പെടുന്ന പ്രതിമാസ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുക തുടങ്ങിയ 5 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഇന്നത്തെ ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രിൻസിപ്പൽ അടക്കമുള്ള അധികാരികൾ ഒരു ഘട്ടത്തിലും ആദ്യം ക്യാമ്പസിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ടായില്ല. പിന്നീട് പ്രതിഷേധം രൂക്ഷമായി കഴിഞ്ഞപ്പോൾ അധികൃതരെല്ലാവരും ക്യാമ്പസിലേക്ക് വന്ന് വിദ്യാർത്ഥികളോട് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് അവർ 5ഓളം വരുന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും ഒന്നും ഇയർ ബാക്ക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇയർ ബാക്ക് സിസ്റ്റം പൂർണ്ണമായി ഒഴിവാക്കണം എന്നുള്ളത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായി. നമുക്കറിയാം, ബാക്കി KTUവിൻ്റെ കീഴിൽ വരുന്ന മറ്റെല്ലാ ക്യാമ്പസുകളിലും ഈ സിസ്റ്റം, ഇയർ ബാക്ക് സിസ്റ്റം താൽക്കാലികമായിട്ടാണെങ്കിലും എടുത്തു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിനകത്തും ഈ ക്യാമ്പസിനകത്തും മാത്രം ഒരു ഘട്ടത്തിൽ അവർ പിൻവലിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു. അത് പിൻവലിക്കാമെന്നുള്ളത് തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ സേ എക്സാമുമായി ബന്ധപ്പെട്ട് ഇവിടെ ചാർജ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റിന് ചാർജ് ചെയ്യുന്ന ഫീസ് ഏകദേശം 6000-ഓളം വരുന്ന രൂപയായിരുന്നു. അത് കുറച്ച് 1000-ൽ താഴെ ആക്കാം എന്നുള്ളൊരു ഉറപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് സംഘടിപ്പിച്ച വലിയ പ്രതിഷേധത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കെതിരെയും വലിയ നടപടി സ്വീകരിക്കും എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ടായി. ആ കാര്യം നമ്മൾ ആശങ്കയടക്കം നമ്മൾ അറിയിച്ചിട്ടുണ്ടായി. ഈ പ്രതിഷേധത്തിനകത്ത് പങ്കെടുത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കെതിരെ ആർക്കും ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിനകത്തും നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ആശങ്ക, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ രേഖാമൂലം ആയിട്ട് നമുക്ക് തന്നിട്ടില്ല. അവരിനി കൗൺസിൽ കൂടി ശേഷം മാത്രമാണ് ഈ ഒരു തീരുമാനം അന്തിമമായിട്ട് പുറത്തേക്ക് വരുള്ളൂ. ഇതിനകത്ത് SFIയുടെ നേതൃത്വത്തിലടക്കം നാളെ ജില്ലാ മാർച്ചടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ സ്വാഭാവികമായിട്ടും ആ വിദ്യാർത്ഥിയുടെ മറ്റ് മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലവിലിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ബാക്കി ഇതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നിലവിലെടുത്ത തീരുമാനങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചു പോകുന്നില്ല എന്നുള്ള ഘട്ടമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ ക്യാമ്പസിനകത്തേക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് SFIയുടെ തീരുമാനം എന്നുള്ളതാണ് അറിയിക്കാനാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി മാറ്റിവെക്കുകയായിരുന്നു. മരിച്ച മിച്ചി മാർപ്പു എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹം തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.